പാറ്റേൺ വെച്ച് അടിച്ചിട്ടുള്ള പെപ്ലം ടോപ്പിൻ്റെ ഫൈനൽ ലുക്കാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്ക്കുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോകാം. ഹായ്, ഹലോ, അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പെപ്ലം ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അതായത് പാറ്റേൺ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ പെപ്ലം ടോപ്പ് നമ്മൾ തയ്ച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇങ്ങനെ പാറ്റേൺ വെച്ചിട്ട് ആയിരുന്നില്ല. ഇപ്പം നമുക്ക് ടൈലറിങ് അറിയാത്ത ഏതൊരാൾക്കും ഏതൊരു ഡ്രസ്സും ഈ പാറ്റേൺ വാങ്ങിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ പെപ്ലം ടോപ്പിൻ്റെ പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു പെപ്ലം ടോപ്പ്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ കഴുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കഴുത്ത് അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. ബാക്കും ഫ്രണ്ടും നമ്മൾ അടിച്ചെടുക്കുക. അപ്പോൾ ഫ്രണ്ടിൽ ചെറുതായിട്ടൊരു മോഡൽ കഴുത്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വലിയ ഓവർ മോഡലല്ല, ചെറുതായിട്ടൊരു മോഡലാണ് കഴുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു കുനിപ്പൊക്കെ വന്നിട്ട് അപ്പോൾ ഇനി അവിടെ നിർത്തുക, അതുപോലെ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുക. അങ്ങനെ ഒരു 4 സൈഡിൽ ഒരു കുനിപ്പ് പോലെ കൊടുത്തിട്ടാണ് നമ്മൾ ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ കഴുത്തിന് നമ്മൾ പീസ് വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു രീതിക്ക് വേണം നമ്മൾ മടക്കി അടിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ബാക്കും ഫ്രണ്ടും കഴുത്ത് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ പെപ്ലം ടോപ്പിൻ്റെ കഴുത്തിൽ, അതായത് നല്ല വശത്ത് ഈ ഒരു പീസ് വെച്ചിട്ട് ചീത്ത വശത്തേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ട വീഡിയോസിൽ കാണുന്ന പോലെ പെപ്ലം ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കഴുത്തിൻ്റെ പീസ് വെച്ചിട്ട് ഇതുപോലെ അടിച്ചിട്ട് അവിടെ കുത്തി നിർത്തിയതിന് ശേഷം വീണ്ടും അതുപോലെ അടിക്കുക, അവിടെ കുത്തി നിർത്തുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഫ്രണ്ട് ചെറുതായിട്ടൊരു മോഡൽ പോലത്തെ ഒരു കഴുത്താണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നമ്മൾ അടിച്ചു കൊടുക്കാൻ. അപ്പോൾ എവിടെയൊക്കെ നമ്മൾ നിർത്തേണ്ടിച്ചെങ്കിൽ ആ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് വേണം നമ്മൾ കഴുത്ത് അടിച്ചു കൊടുക്കാൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ചിൻ്റെ മുകളിൽ കൊള്ളാണ്ട് എല്ലാ ഭാഗവും ഇങ്ങനെ ഓരോ വെട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് പെട്ടെന്ന് നല്ല ഫിനിഷിങ്ങോടുകൂടെ കഴുത്ത് കിട്ടാനും പെട്ടെന്ന് മറിഞ്ഞ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. ഇനി നമുക്കിത് മറിച്ചിട്ട് നല്ല വശത്ത് വെച്ചിട്ട് ഒന്നും കൂടെ പതിച്ച് അടിച്ചു കൊടുക്കുക. ഇത്രയും കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗം നമ്മുടെ കഴിയും. അതുപോലെ തന്നെയാണ് നമ്മൾ ബാക്കും ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കഴുത്തും നമ്മളിതുപോലെ മറിച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം. വളരെ സിമ്പിളാണ്. ഏതൊരു ടൈലറിങ് അറിയാത്ത ആളുകൾക്കും ഈ പെപ്ലം ടോപ്പിൻ്റെ പാറ്റേൺ മേടിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ടൈലറിങ് അറിയാതെ വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട്, തുണി വെട്ടാൻ പേടി, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഉപകാരമാണ് ഈ ഒരു പാറ്റേൺ. അപ്പോൾ എല്ലാ തരം പാറ്റേണുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ റേറ്റ് കാര്യങ്ങൾ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ മെഷർമെൻറ്റ് കാര്യങ്ങളും റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2 ഭാഗത്തും ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ട് ഭാഗത്തെ സ്കേർട്ട്, അടിയിലേക്കുള്ള ആ ഒരു സ്കേർട്ട് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഫ്രണ്ട് ഭാഗത്ത് നമ്മളൊരു ആലിയ കട്ട് രൂപത്തിലാണല്ലോ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് അതിൽ എത്രത്തോളം ചുളിവ് വരുന്നുണ്ട് അത്ര ചുളിവ് നമ്മൾ അതിൽ ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഓവറായിട്ട് ചുളിവ് കാര്യങ്ങളൊന്നും ഇടാനുള്ള സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഇതിൽ എത്ര ചുളിവാണോ നമുക്ക് കൊള്ളണമെന്ന് വെച്ചെങ്കിൽ ആ ഒരു രീതിയിൽ ചുളിവിട്ടിട്ട് കയറ്റി കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അടിയിലത്തെ സ്കേർട്ട് വെച്ച് കൊടുക്കുന്നത്.
ഫ്രണ്ട് ഭാഗത്തെ സ്കേർട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് ഭാഗം പിന്നെ സ്ട്രെയിറ്റ് ആയതുകൊണ്ട് നേരെ അങ്ങോട്ട് ഡയറക്റ്റ് 1-2 ചുളിവിട്ടിട്ട് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് ഭാഗം ഫിനിഷ്. അപ്പോൾ നമ്മുടെ പെപ്ലം ടോപ്പിൻ്റെ പകുതി പണി ഇതോടെ കഴിഞ്ഞ് ഇനി നമുക്ക് സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെപ്ലം ടോപ്പ് റെഡി. ഇനി നമ്മൾ സ്ലീവിൻ്റെ രണ്ടറ്റത്തും എന്ത് ചെയ്യുക, മടക്കി അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് പണിയുള്ളൂ. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പെപ്ലം ടോപ്പ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.